ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയും കൂടി ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെയാണ് താമസം. അതുകൊണ്ട് തന്നെ ആ ഡിസൈന് എന്തായാലും അപ്രൂവൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കൃഷിന്. അതുകൊണ്ട് തന്നെ കൺമണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഉറക്കത്തിലാണെന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം തന്നെ കൺമണി പറയുന്നുണ്ട്, എന്താണ് ഇത് അപ്രൂവലായി എന്ന് പറഞ്ഞോടുകൂടി എനിക്കൊരു സമാധാനം സാർ തന്നിട്ടില്ല. ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി മേല എന്നെ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഞാനിവിടെ കൃപയെ നോക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഉറക്കത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. കൃഷി പറയുന്നുണ്ട്, അതെനിക്ക് ഒരു കയ്യബദ്ധം സംഭവിച്ചതാണ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല എന്നൊക്കെ പറയുന്നു. ഓ, എന്തായാലും ഇനി മേലെ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൺമണി പോകുന്നു. അങ്ങനെ കൃഷിന് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് മാനസ വിളിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നത്, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു. കൃഷ്, ഞാൻ മാനസയാണെന്ന് പറയാണ്. എന്താണെങ്കിലും നീ പിന്നെ വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ മാനസയ്ക്ക് ഒരു പന്തികേട് പോലെ തോന്നുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൃഷ് ചായയുമായിട്ട് വരുന്നു. കാരണം ഇത് ചൂടാറി, ഒന്ന് ചൂടാക്കി കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്നു. തന്നെത്താനെ അങ്ങ് ചൂടാക്കിയാൽ മതിയെന്ന് കൺമണി പറയുമ്പോൾ കൃഷ് ചായയായിട്ട് അടുക്കളയ്ക്ക് പോവുകയാണ്. അങ്ങനെ കൈ പൊള്ളുന്നു. അങ്ങനെ ഒച്ച കേൾക്കുമ്പോൾ കൺമണി ഓടിച്ചില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ സാർ, എന്താണ് പറ്റിയതെന്ന് ചോദിക്കുകയാണ്. പറയുന്നുണ്ട്, എൻ്റെ കൈ പൊള്ളി എന്ന് പറയുന്നു. നോക്കട്ടെ എന്ന് പറയുന്നു. വേണ്ട, എന്നാലും കൈ പിടിച്ച് കൺമണി നോക്കുകയാണ്. അങ്ങനെ കൈ പൊള്ളിയിട്ടുണ്ട്. അങ്ങനെ വായിൽ വെച്ചിട്ട് ആ ഒരു തുപ്പലൊക്കെ ആക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ എന്താ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ കൃഷി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ പൊള്ളനെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പറയുന്നു. അത് നിൻ്റെയൊക്കെ വീട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ചായ ചൂടാക്കി തരാം എന്ന് പറയുന്നു. എനിക്ക് നിൻ്റെ ചായ ഒന്നും വേണ്ട പറഞ്ഞ് കൃഷി അകത്തേക്ക് പോകുന്നു. കൺമണി എന്തായാലും ആ ചായ ചൂടാക്കി കൊടുക്കുന്നു. വീണ്ടും മാനസ വിളിക്കുന്നുണ്ട്. എന്താ കൃഷി എന്ന് പറയുന്നു. നിനക്ക് എന്താണ് മനസ്സ് വേണ്ടത്? ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൈ പൊള്ളിയിട്ടിരിക്കുക. അയ്യോ, എന്ത് പറ്റി, ഞാൻ അങ്ങോട്ട് വരട്ടെ, എനിക്ക് കൃഷ്ണനെ കാണാനായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ നല്ല കാര്യമായിപ്പോയി എന്നും മാനസയോട് കൃഷി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേനും കാപ്പിയുമായിട്ട് നമ്മുടെ കൺമണി വീണ്ടും വരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിൻ്റെ കൈ കൊണ്ട് എനിക്കൊന്നും വേണ്ട എന്നുള്ളത്. സാർ എന്തിനാണ് വിഷമിക്കുന്നത്, ഞാൻ കുടിച്ചോളാം. തേയിലയും പഞ്ചസാരയും അതുപോലെ തന്നെ കോഫിപ്പൊടിയൊന്നും വെറുതെ കിട്ടില്ലല്ലോ. രാവിലെ തന്നെ ഈ തണുപ്പാൻ കാലത്ത് ഒരു കോഫി കുടിക്കണം, വളരെ സന്തോഷമെന്ന് പറഞ്ഞിട്ട് ആസ്വദിച്ച് കുടിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൃഷിന് കുടിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ കൃഷി അകത്തേക്ക് പോകുന്നു. പിന്നെ അമ്മായിമാരെ കാണിക്കുന്ന കേട്ടോ. അങ്ങനെ ഗോകുലിനോട് പറയുന്നുണ്ട്, ഗോകുൽ നീ ഞങ്ങളെ പറ്റിച്ചു അല്ലേ, ഓഫീസ് ടൂറിനാണ് കൺമണി പോയത് എന്ന് പറഞ്ഞിട്ട് അത് കൃഷി സാറിൻ്റെ വീട്ടിലേക്കാണ് പോയതല്ലേ, നീ എന്തിനാണ് ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചത്? അമ്മായിമാരെ പറ്റിച്ചതല്ല, അമ്മയെ പേടിച്ച് പറയാതിരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. കൺമണി എന്തിനാണ് കൃഷ്ണ സാറിൻ്റെ വീട്ടിലേക്ക് വിട്ടത്? സാർ അത്ര വെടുപ്പായിട്ടുള്ള ഒരാളൊന്നല്ല, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ആ വരുൺ പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു സൈക്കോ ആണ്, അവനെ കൺമണിയെ ഒരു രക്ഷയും കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ എന്തായാലും വരുണിൻ്റെ വീട്ടുകാർ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതും കേൾക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. നമ്മുടെ കൺമണിയുടെ കാര്യം എന്താവും എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞവർ പോകുന്നു. ഈ ടെൻഷനായിട്ടുള്ള ഗോകുൽ പെട്ടെന്ന് തന്നെ കൺമണിയെ വിളിക്കുന്നുണ്ട്. കൃഷി സാറിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. കൺമണി പറയുന്നുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്കല്ല, ഇവിടെ നേഴ്സും അതുപോലെ ഡോക്ടറൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഗൂഗിളിന് സമാധാനമാവുകയാണ്. അങ്ങനെ കൺമണിയെക്കുറിച്ച് നമ്മുടെ കൃഷ്ണൻ്റെ ഫ്രണ്ട് സംസാരിക്കുന്നുണ്ട്. നീ എന്താടാ ഇപ്പം നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നത്, എനിക്കെന്തോ ഒരു പ്രണയമുള്ളതുപോലെ. കൺമണിയോട് വന്നിട്ടാണോ? അവൾ നല്ല കുട്ടിയാണ് കേട്ടോ, അവളുടെ കല്യാണം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ആലോചിക്കാമായിരുന്നു. കാരണം ശാരീരിക സുന്ദരിയാണ്, അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ഒത്തമയായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു നാണത്തോടുകൂടി കൃഷി അതൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ കൺമണിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേനും പിന്നെ അപ്പച്ചിമാരുടെ അടുത്തേക്ക് ഗോകുൽ വരുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെയൊന്നല്ല കൺമണി ചേച്ചി, അപ്പ ഒറ്റയ്ക്കല്ല അവിടെ നിൽക്കുന്നത്, അവിടെ ഡോക്ടറും നേഴ്സും ഒക്കെ ഉണ്ടല്ലോ. ഓ, നീ അത് വിളിച്ചന്വേഷിച്ചല്ലോ. അമ്മായിമാർ എന്ത് പറഞ്ഞാലും അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ വിളിച്ചന്വേഷിച്ചത്, ഇനി ടെൻഷൻ അടിക്കണ്ട. പക്ഷേ നമ്മുടെ വരുൺ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കൺമണിയെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ചേട്ടൻ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വരുൺ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവളെ റൂമിൽ നിന്ന് പുറത്തിറക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെയാണെങ്കിൽ അപ്പയുടെ കാര്യം കഷ്ടത്തിലാവും എന്നൊക്കെ പറയുന്നു. നമുക്ക് കല്യാണം മുടക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ മുടക്കാൻ പറ്റില്ല, 10 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ നിൻ്റെ അമ്മയ്ക്ക് കഴിയുമോ? അങ്ങനെ കഴിയില്ലെങ്കിൽ അവൾ ഈ കല്യാണം മുടക്കാൻ സമ്മതിക്കുമോ? നമ്മൾ പച്ചയ്ക്ക് കത്തിക്കില്ലേ നിൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വീണ്ടും കൺമണി വീട്ടിലാണ്, കൃഷ്ണറിൻ്റെ വീട്ടിലാണ് കളിക്കുന്നത്. അത് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ കൃഷ്ണ അങ്ങോട്ട് വരും, നല്ല മണമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നേഴ്സ് വന്നതിന് ശേഷം നല്ല വെറൈറ്റി ഫുഡാണല്ലോ, നല്ല മണമുണ്ടല്ലോ, എങ്ങനെ കൺമണി എന്താ ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലുണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷെ നല്ല മണമുണ്ടല്ലോ എന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് കൺമണി, ഞാൻ ആദ്യം എന്തായാലും കൃപയുടെ റൂമിലേക്ക് കൺമണി വരുന്നത് കണ്ടപ്പോൾ ക്രിസ്സാറിൻ്റെ ഭാര്യയാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണെന്ന് അറിഞ്ഞത് ഇവിടുത്തെ ഒരു സ്റ്റാഫാണെന്നുള്ളത്. കൺമണിക്ക് ഇവിടെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ഇത്രമാത്രം സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ്? ഞാൻ ഈ വീട്ടിലെ എല്ലാമാണ്, ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാണെന്നാണ് സുജാത മേഡവും സാഗർ സാർ എന്നെ കണ്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ ഫ്രീഡം എന്നൊക്കെ പറയുന്നു. പക്ഷേ ക്രിസ്താറിൻ്റെ ഭാര്യയാണെന്ന് ഞാൻ കരുതിയെന്ന് പറഞ്ഞതോടുകൂടി എന്തായാലും കൺമണിക്കൊരു നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതാണെന്നൊക്കെ ആ ഒരു നേഴ്സ് പറയുക കേട്ടോ ചെയ്യുന്നത്. മേഡത്തിന് ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. കൺമണി ഇത് വെറുതെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ പറയണമെന്നൊക്കെ നേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൺമണി പറയുന്നുണ്ട് അതൊക്കെ വെറുതെ പറയുന്നതല്ലേ എന്ന് പറയുന്നു. എല്ലാം തന്നെ കേൾക്കുക കേട്ടോ കൃഷി ചെയ്യുന്നത്. അന്വേഷിച്ച് തന്നെ നേഴ്സ് അങ്ങോട്ട് പോകുമ്പോഴത്തേന് താനുണ്ടാക്കിയ ഭക്ഷണം രുചിച്ച് നോക്കുക കേട്ടോ കൺമണി ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിഞ്ഞത്.